സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, ഇന്ന് മഹാത്മജിയുടെ 78ാം ചരമ വാർഷികമാണ്. ഇന്നത്തെ ദിവസത്തെ ഈ രാജ്യത്തിലുടനീളം ഷഹീദ് ദിവസം എന്നാണ് അറിയപ്പെടുന്നത്, ആചരിക്കുന്നത്. മാർട്ടിയേഴ്സ് ഡേ, വീര മൃത്യു വരിച്ച, ധീര രക്തസാക്ഷിത്വം വരിച്ച മഹാത്മജിയെ ഈ രാഷ്ട്രം സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവത്യാഗത്തെ, അദ്ദേഹം ഒരു മനുഷ്യായുസ് മുഴുവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി അധ്വാനിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന് 78 വർഷങ്ങൾക്ക് മുൻപ് ബിർള മന്ദിറിലേക്ക് പ്രാർത്ഥനാ യോഗത്തിനായി നടന്നു നീങ്ങുമ്പോൾ നാഥുറാം ഗോഡ്സെ എന്ന ഭീകരൻ നമ്മുടെ പുതിയ ഭാരതത്തിൽ, നവീന ഭാരതത്തിൽ ഗോഡ്സെമാര് ആരാധിക്കപ്പെടുകയും ദൈവ പുരുഷന്മാർക്ക് സമാനമായ പദവി, പ്രാധാന്യം, ആരാധനയൊക്കെ കൽപ്പിച്ചു പോകുന്ന ഈ 2026 ഈ രാഷ്ട്രത്തിലെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ മഹാത്മജിയുടെ ധീര രക്തസാക്ഷിത്വ ദിനത്തിൽ, അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ വീണ്ടും 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 സ്മരിക്കുകയാണ്. ഞാൻ പറയട്ടെ, 78 വർഷങ്ങൾക്ക് മുമ്പ് നാഥുറാം ഗോഡ്സെ 3 ബുള്ളറ്റുകൾ പോയിന്റ് ബ്ലാങ്കിൽ നിന്നുകൊണ്ട് മഹാത്മജിയുടെ ശരീരത്തിന് നേരെ വർഷിച്ചപ്പോ അതിലൊരു ബുള്ളറ്റ് തുളച്ചു കയറിയത് അദ്ദേഹത്തിന്റെ നെഞ്ചിലാണ്. സത്യത്തെ മുറുകെ പിടിച്ച്, ന്യായത്തെ മുറുകെ പിടിച്ച്, ധർമ്മത്തെ മുറുകെ പിടിച്ച്, തുല്യതയെ മുറുകെ പിടിച്ച് ഈ രാഷ്ട്രത്തെ ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ ഒരു മനസ്സായി കൊണ്ടു നടന്ന ആ ഇടനെഞ്ചിലേക്ക് നാഥുറാം ഗോഡ്സെയുടെ ഒരു ബുള്ളറ്റ് തറച്ചു കയറിയപ്പോ അദ്ദേഹത്തിന്റെ വയറിലടക്കം മറ്റു ബുള്ളറ്റുകൾ തുളച്ചു കയറി. മഹാത്മജി ധീര രക്തസാക്ഷിത്വം വരിച്ച് അദ്ദേഹം പിടഞ്ഞു വീണ് മരിക്കുമ്പോ അദ്ദേഹം തല ഉയർത്തിക്കൊണ്ട് ഉച്ചരിച്ച മന്ത്രം, അത് ഈ രാഷ്ട്രത്തെ ജാതി മത വർഗ വർണ്ണങ്ങളുടെ ഭേദമില്ലാതെ ഒരുമിച്ച് കോർത്ത് കെട്ടുന്ന നല്ല ഒന്നാന്തരം വിശ്വാസിയായ മഹാത്മജി അവസാനമായി ഉരുവിട്ട് നിദ്രയിലേക്ക് പ്രാപിച്ച മന്ത്രം, അത് രണ്ട് അക്ഷരമായിരുന്നു, 2 വാക്കുകളായിരുന്നു, ഹേ റാം. ഇന്ന് പല രാജ്യങ്ങളെ കുറിച്ചും, ആ രാജ്യം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് കേൾക്കുന്നവർക്ക് ആ രാജ്യം എന്താണെന്നുള്ളത് വാർത്തകളിൽ നിന്ന്, വർത്തമാന കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളിൽ നിന്ന് നമ്മളൊക്കെ തന്നെ വായിച്ചെടുത്ത ഒരു രാജ്യമുണ്ട്. അത് ഒരുപക്ഷെ മതത്തിലേക്ക് ചുരുങ്ങുന്ന രാജ്യമാകാം, ചില ജാതികളിലേക്ക് ചുരുങ്ങുന്ന രാജ്യമാകാം, ചില വർഗങ്ങളിലേക്കും ചില വർണ്ണങ്ങളിലേക്കും ചില ഭാഷകളിലേക്കും ചുരുങ്ങുന്ന രാജ്യമാകാം. നമ്മളൊന്നും ഒരിക്കലും ഇടനെഞ്ചിൽ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കാത്ത, ഫാസിസം മുറുകെ പിടിച്ച് വരിഞ്ഞു മുറുക്കുന്ന രാജ്യമായിരിക്കാം. ആ രാജ്യത്തിലേക്ക് പതിയെ 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 ഈ രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ രൂപാന്തരപ്പെടുത്താനായി കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ശക്തികൾ, ഫാസിസ്റ്റ് ശക്തികൾ അതിനുവേണ്ട അനക്കങ്ങളൊക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, അതിനുള്ള ഗൂഢശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഹേ റാം പറഞ്ഞ മതേതരത്വത്തിൽ ഊന്നിപ്പിടിച്ച് ഒരു രാഷ്ട്രത്തിൽ എല്ലാ വ്യത്യസ്ത വർണ്ണങ്ങളും മനോഹരമായ ഒരു ചരടിൽ കോർത്ത, വൈവിധ്യങ്ങളിൽ ഏകത്വം, നാനത്വത്തിൽ ഏകത്വത്തെ കോർത്തു കെട്ടിയ ആ വിശ്വാസത്തിൽ വിശ്വസിച്ച് മരിച്ചു വീണ, പിടഞ്ഞു വീണ, ധീര രക്തസാക്ഷിയാകേണ്ടി വന്ന ആ മഹാത്മജിയുടെ ഈ ധീര രക്തസാക്ഷിത്വ ദിനത്തിൽ നമ്മൾ ഇന്ന് അദ്ദേഹത്തെ വീണ്ടും എല്ലാ ബ്ലോക്കുകളിലും രാജ്യത്തുടനീളം സ്മരിക്കുകയാണ്. അതിന് പിന്നിലുള്ള അർത്ഥം ഇതാണ്, അതിന് പിന്നിലുള്ള ന്യായം ഇതാണ്, അതിന് പിന്നിലുള്ള മൂല്യം ഇതാണ്. നാഥുറാം ഗോഡ്സെ 3 ബുള്ളറ്റ് കൊണ്ട് മഹാത്മജിയുടെ ജീവൻ എടുത്തുവെങ്കിൽ അദ്ദേഹം 78 വർഷങ്ങൾക്ക് ശേഷവും ഈ രാഷ്ട്രത്തിന്റെ സിരകളിൽ അദ്ദേഹം ഒഴുകുകയാണ്, സ്മരണകളിൽ ഒഴുകുകയാണ് എങ്കിൽ ആ സ്മരണകളെ തുടച്ചു
നീക്കാൻ, ഉന്മൂലനം ചെയ്യാൻ 1000,00,000 ബുള്ളറ്റുകൾ ഓരോ നിമിഷവും എറിഞ്ഞുകൊണ്ട് മഹാത്മജിയുടെ സ്മരണകളെ പോലും തുടച്ചു നീക്കുവാനായി രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തുടരെ 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 മഹാത്മാഗാന്ധിയെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. നാണം കെട്ട നിലയിൽ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവിടെയും ഞാൻ പറയട്ടെ, ഈ രാഷ്ട്രത്തിൽ ഒരു തരി മണ്ണെങ്കിലും അവശേഷിക്കുമെങ്കിൽ, സത്യം മുറുകെ പിടിക്കുന്ന, ന്യായം മുറുകെ പിടിക്കുന്ന ഒരു തരി മണ്ണെങ്കിലും ഈ രാഷ്ട്രത്ത് അവശേഷിക്കുമെങ്കിൽ, ആ മണ്ണിനെ നിങ്ങൾ ഒരു മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ മണൽ തരിയിലും മഹാത്മജി മുറുകെ പിടിച്ച സത്യം, ധർമ്മം, ഏകത്വം ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മഹാത്മജിയെ കാണാൻ സാധിക്കും. അത്രയേറെ ഏത് ദുഷ്ടശക്തികൾ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും തുടച്ചു നീക്കാൻ സാധിക്കാത്ത ഒരു സത്യമായി, ധർമ്മമായി ആ പേര് ഈ രാഷ്ട്രത്ത്, ഈ ലോകത്ത് നിലകൊള്ളും. നമുക്കറിയാം, മഹാനായ ഐൻസ്റ്റീൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഒരു തലമുറ, കുറെ തലമുറകൾ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മഹാമനുഷ്യൻ ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് വിശ്വസിക്കാൻ സാധിക്കില്ല. അതൊരു അത്ഭുതമായി തീരും. അതെ, ആ മനുഷ്യൻ ഒരു അത്ഭുതമായിരുന്നു. ആ മനുഷ്യൻ ഇന്നും ലോകത്തിന് അത്ഭുതമാണ്. മാർട്ടിൻ ലൂതർ കിങ് മുതൽ ബറാക് ഒബാമ വരെയുള്ളവർ മഹാത്മജിയെ കുറിച്ച് പറയുമ്പോ വിദേശത്തുള്ള സർവകലാശാലകൾ ഗാന്ധിയൻ ആശയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഗാന്ധിസത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്തെ നടത്തിക്കൊണ്ടുപോകുവാൻ, ഓടിച്ചു കൊണ്ടുപോകുവാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ള ശ്രമങ്ങൾ നിരന്തരം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതിഫലനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവർ ചെയ്തത്, മഹാത്മാഗാന്ധി സാധാരണക്കാരനായി ജീവിച്ച് മരിച്ച, ധീരമൃത്യു പ്രാപിച്ച മഹാത്മജി, അത് മനുഷ്യ മനസ്സുകളിൽ അദ്ദേഹം, നമ്മളൊരു പ്രഭാതം ഉണർന്നു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്ന സമയം വരെ മഹാത്മജിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ, ഓർമ്മിക്കാതെ, ഒരിക്കലെങ്കിലും പറയാതെ ഒരു ദിവസം കടന്നു പോകില്ല. ആ ഒരു ദിവസത്തെ ഒരു ഓർമ്മയെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ തുടച്ചു നീക്കാം. അതിനെന്ത് ചെയ്യാം? ഇന്ത്യയിലെ UPA സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിലൂടെ നമ്മൾ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന പറഞ്ഞു വെക്കുന്ന ഒരു വലിയ ചരിത്രമുണ്ട്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്ന ഒരു സമയത്ത്, ആ കാലഘട്ടത്തിൽ, ആ ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ പല തരത്തിലുള്ള ചർച്ചകൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നടന്നുപോയി. സത്യത്തിൽ ആ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ റൈറ്റ് ടു വർക്ക്, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, അതൊരു മൗലിക അവകാശമായി കൊടുക്കണമെന്ന് അന്നത്തെ നമ്മുടെ ഭരണഘടനാ സൃഷ്ടാക്കൾ പലപ്പോഴും ചിന്തിച്ചിരുന്നു എങ്കിലും, അവരാഗ്രഹിച്ചിരുന്നു എങ്കിലും, നമുക്കറിയാം, എത്രയോ കാലം, 100-200 കൊല്ലക്കാലം ബ്രിട്ടീഷുകാര് ഭരിച്ച് മുടിച്ച് വെറും ഒരു ചണ്ടിയാക്കി മാറ്റി വലിച്ചെറിഞ്ഞു പോയ ഈ രാഷ്ട്രം, വലിച്ചെറിഞ്ഞു പോയതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് പോരാടി നേടിയതാണ്. പോരാടി ഒരുപാട് മഹാത്മാക്കളുടെ, ലക്ഷക്കണക്കിന് പേരുടെ, നമ്മൾ അറിയുന്നതും അറിയാത്തവരുമായിട്ടുള്ളവരുടെ ജീവത്യാഗ ഫലമായി ഒടുവിൽ ഗത്യന്തരമില്ലാതെ ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി ഇറങ്ങിപ്പോകുമ്പോ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് 25% ലോകത്തിന്റെ GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു പഴയ ആ ഇന്ത്യ എന്ന, ഇന്നത്തെ ഇന്ത്യ അടങ്ങുന്ന ആ പഴയ ഭൂപ്രദേശം. ആ 25%-ൽ നിന്ന് 3%-ലേക്ക് ലോക GDP-യിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ചുരുങ്ങി പോകുമ്പോ അവശേഷിച്ചത് ഗ്രേറ്റ് ബംഗാൾ ഫാമിൻ പോലുള്ള വലിയ
പട്ടിണി മരണങ്ങളും കൊടിയ ദാരിദ്ര്യവും പകർച്ചവ്യാധികളും മാത്രമായിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചിരുന്ന ഏറ്റവും സമ്പന്നരായിട്ടുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു ഹൈദരാബാദ് നൈസാം എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചെങ്കിൽ, അതേ ഹൈദരാബാദ് നൈസാം അടക്കമുള്ളവർ വാഴ്ന്നിരുന്ന ഈ മണ്ണ് പകർച്ചവ്യാധികളുടെ, പട്ടിണികളുടെ, പരിവട്ടത്തിന്റെ, ഗതികേടിന്റെ, വലിയ ദുരന്തത്തിന്റെ ഒരു ഭൂപ്രദേശമാക്കി ചണ്ടിയായി മാറ്റിയിട്ടാണ് ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ ഈ മണ്ണ് വിട്ടു പോകുന്നത്. അവിടെ നിന്ന് ഇന്ത്യയെ വീണ്ടെടുക്കുക, പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കുക. നമ്മള് നെഹ്റുവിനെ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും ഒന്നൊന്നായി ഇന്ത്യയെ വീണ്ടെടുക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പ്ലാനിംഗ് കമ്മീഷൻ അടക്കമുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ശ്രമങ്ങളുടെ കൂടി ഫലമായാണ് അദ്ദേഹം പുതിയ ഇന്ത്യയുടെ ഒരു സൃഷ്ടാവ്, ആർക്കിടെക്ട് എന്നുള്ള നിലയിൽ ലോകം അദ്ദേഹത്തെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ ഭരണഘടന എഴുതിയുണ്ടാക്കുന്ന സമയത്ത് റൈറ്റ് ടു വർക്ക് മൗലിക അവകാശമായി കൊടുക്കുന്നതിന് വലിയ പരിമിതിയുണ്ട്. കാരണം പട്ടിണിയാണ് രാജ്യത്ത്. ആ പട്ടിണിയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവൻ നിലനിർത്താൻ പ്രാപ്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഭൂപ്രദേശത്തെ ലിഫ്റ്റ് ചെയ്തെടുക്കണം, ഉയർത്തിയെടുക്കണം. അപ്പൊ സ്വാഭാവികമായും അന്ന് മൗലിക അവകാശമായി അത് നൽകുന്നതിന് പല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമുണ്ട്. പക്ഷേ ഭരണഘടനയുടെ അനുച്ഛേദം 41, ആർട്ടിക്കിൾ 41 ജോലി ചെയ്യാനുള്ള അവകാശത്തെ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ സവിശേഷത, അത് ഈ രാഷ്ട്രത്തിന്, ഇന്ത്യ എന്ന് പറയുന്ന ആ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ ഒറ്റ സ്റ്റേറ്റിന് ഭരണഘടന നൽകുന്ന നിർദ്ദേശം, ആർട്ടിക്കിൾ 41 തൊഴിൽ ചെയ്യാനുള്ള അവകാശം, റൈറ്റ് ടു വർക്ക് എന്നുള്ളത് ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, സ്റ്റേറ്റിന്റെ പോളിസിയിൽ ഒരു പ്രധാന ഘടകമായി ഉൾപ്പെടുത്തേണ്ട ഡയറക്റ്റീവായി ഇതിനെ ഉൾക്കൊള്ളിക്കുന്നു. നമ്മൾ ഇന്ത്യയുടെ ഭരണഘടന പഠിക്കുമ്പോൾ ആദ്യമായി ഒരു ഭരണഘടന പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കുന്നത് ഭരണഘടനയുടെ ആമുഖവും അതിനുശേഷം ഓരോ ആർട്ടിക്കിളുകളെ കുറിച്ച്, അനുച്ഛേദങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് വന്നതിന് ശേഷം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയും അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പൗരന് രാഷ്ട്രത്തോട് ചെയ്യാനുള്ളതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അത് രാഷ്ട്രം ഈ രാഷ്ട്രത്തിലെ പൗരന്മാരോട് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ്. അത് കൃത്യമായ രീതിയിൽ സ്റ്റേറ്റ് പരിഗണിച്ചില്ലെങ്കിൽ ഇലക്ട്രേറ്റ് നിങ്ങളെ പോളിംഗ് ബൂത്തിൽ കാണുമെന്ന് ഈ ഭരണഘടനാ ശില്പികൾ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ തൊഴിൽ ഒരു അവകാശമായി, റൈറ്റ് ടു വർക്ക് ഒരു അവകാശമായിട്ട് നൽകുകയാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായും കാലക്രമേണ ഇന്ത്യ മുന്നോട്ട് സഞ്ചരിച്ച് വരുന്നു. നമ്മൾ പുരോഗതിയിലേക്ക് എത്തുന്നു. UPA സർക്കാർ ഭരണത്തിലേക്ക് വരുന്നു. 2004 നമ്മുടെ മാനിഫെസ്റ്റോയിലെ, പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു, ആശയമായിരുന്നു നരേഗ അഥവാ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. അങ്ങനെ UPA സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ മഹാത്മജിയുടെ പേരിൽ ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നുള്ളത് നിയമമായി പാർലമെന്റിൽ പാസാക്കുന്നു. തുടർന്ന് ആ ആക്ട് രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിലടക്കം കോടികൾ ചെലവാക്കി സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ വനിതാ മതിലുകൾ കാസർഗോഡ് മുതൽ പാറശാല വരെ കൈനീട്ടിപ്പിടിച്ച് സ്ത്രീകളെ ശക്തരാക്കുന്ന ഇടതുപക്ഷത്തിന്റെ കണ്ണിൽ പൊടിയിടൽ തന്ത്രം നമ്മൾ കണ്ടു. നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. പക്ഷേ UPA സർക്കാർ ഇതിനെ ഒരു അവകാശമായി ഇന്ത്യയുടെ പാർലമെന്റിൽ പാസാക്കിക്കൊണ്ട്
സ്ത്രീ ശാക്തീകരണത്തിന്റെ ലോകത്തെ തന്നെ ഏറ്റവും ഉത്തമ മാതൃക പാസാക്കി സ്ത്രീകളുടെ കയ്യിലേക്ക് തൊഴിൽ ദിനങ്ങൾ അവകാശമായി നൽകുകയും കൃത്യമായ വേതനം, ഒരു വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങളും കൃത്യമായ വേതനം അത് അവകാശമായി നിയമത്തിലൂടെ പാസാക്കിക്കൊണ്ട് സ്ത്രീകളുടെ കൈകളിലേക്ക് എത്തിച്ചപ്പോ ഞാൻ പറയട്ടെ, അഭിമാനത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന ഓരോ കോൺഗ്രസ്സുകാരനും കോൺഗ്രസ്സുകാരിയും എവിടെയും തല ഉയർത്തിപ്പിടിച്ച് പറയാവുന്ന കാര്യം ഇതാണ്. ലോക ബാങ്ക് വരെ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ, മൻറേഗയെ കുറിച്ച് ലോക ബാങ്ക് വരെ വിശേഷിപ്പിച്ചത് സ്റ്റെല്ലാർ എക്സാമ്പിൾ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്. സ്റ്റെല്ലാർ എക്സാമ്പിൾ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് തൊഴിലുറപ്പ് പദ്ധതിയെ ലോക ബാങ്ക് പോലും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞു, തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി, സ്ത്രീകളുടെ കൈകളിലേക്ക് തൊഴിൽ ദിനങ്ങൾ അവകാശമായി എത്തി, പൈസ അവകാശമായി എത്തി. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സ്ത്രീക്ക് ശക്തി എന്ന് പറയുന്നത് നമുക്ക് മൈക്കെടുത്ത് പ്രസംഗിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ത്രീക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ അവൾക്ക് തൊഴിലുണ്ടാവണം, അവളുടെ കയ്യിൽ പൈസ ഉണ്ടാകണം. കയ്യിൽ പൈസയുള്ള സ്ത്രീക്ക് എവിടെയും അഭിപ്രായം തല ഉയർത്തിപ്പിടിച്ച് പറയാനുള്ള അവസരം കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം വികസിച്ച് വഴിമാറുന്ന കാഴ്ച പിന്നീട് നമ്മൾ കാണാനിടയായി. രാജ്യത്താകെ വലിയൊരു തൊഴിൽ വിപ്ലവമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമുക്ക് സാധ്യമാക്കാൻ സാധിച്ചത്. പക്ഷേ അത് വിജയകരമായി മുന്നോട്ട് പോയി വന്നപ്പോ പിന്നീട് നരേന്ദ്രമോദി 2014 നരേന്ദ്രമോദിയുടെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച്. ആ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഈ പദ്ധതിയെ കൊല്ലില്ല. അത് UPA സർക്കാരിന്റെ പരാജയത്തിന്റെ ജീവനുള്ള സ്മാരകമായി അവിടെ കിടക്കും, നിലനിർത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞു. UPA സർക്കാരിന്റെ പരാജയത്തിന്റെ ജീവനുള്ള സ്മാരകമായി അതവിടെ കിടക്കട്ടെ എന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോ 2014, 15, 16, 17, 18 കഴിഞ്ഞ് കോവിഡ് കാലം എത്തി. ഓരോ തവണയും ബഡ്ജറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിക്ക് മാറ്റിവെക്കുന്ന തുകയുടെ വിഹിതം ക്രമേണ കുറച്ച് ചുരുക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശങ്ങളിൽ കാര്യമായ ചുരുക്കപ്പെടുത്തലുകൾ വരുത്തിക്കൊണ്ട് ശ്വാസം മുട്ടിച്ച് നരേഗ ഇല്ലാതാക്കാമെന്ന് കോപ്പുകൂട്ടി വരുമ്പോഴാണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പോ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള മൈഗ്രേഷൻ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ തൊഴിലാളികൾ അടക്കം വലിയ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്ത് സ്വന്തം പ്രദേശങ്ങളിലേക്ക് തിരികെ എത്തിയപ്പോ അവിടെയൊക്കെ വലിയ പട്ടിണി മരണങ്ങളും ദാരിദ്ര്യവും ഒക്കെ സംഭവിക്കാവുന്ന ആ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യ സ്തബ്ധമായി നിന്നു പോകുന്ന സാഹചര്യം വന്നപ്പോ അവിടെ പട്ടിണിയില്ലാതെ കയ്യിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് വരുമാനമുണ്ടാക്കുന്ന മാർഗമായി ഗത്യന്തരമില്ലാതെ തൊഴിലുറപ്പ് അങ്ങനെ ഗത്യന്തരമില്ലാതെ COVID-19 കാലഘട്ടത്തിലും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സ്ത്രീകളുടെ കൈകളിലേക്ക് പൈസ എത്തിക്കേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തിക്കുന്നു. പക്ഷേ ഈ കോവിഡ് കാലം കഴിഞ്ഞ് വീണ്ടും കുറേയധികം വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്ത് തന്നെയായാലും UPA സർക്കാരിന്റെ ജീവനുള്ള പരാജയത്തിന്റെ സ്മാരകമായി ഈ നരേഗയെ നിലനിർത്തുമെന്ന് പറഞ്ഞ മോദിക്ക് കോവിഡ് കാലത്ത് പാവപ്പെട്ട ഇന്ത്യക്കാരെ വയറ്റത്തടിക്കാതെ
അവരെ പട്ടിണിയിലേക്ക് തള്ളിവിടാതെ, പട്ടിണി മരണങ്ങളിലേക്ക് തള്ളിവിടാതെ സ്ത്രീകളുടെ കൈകളിൽ തുക എത്തിച്ചുകൊണ്ട് കുടുംബങ്ങളെ ഭദ്രമാക്കുന്ന നേരത്തെ വേൾഡ് ബാങ്ക് പറഞ്ഞ സ്റ്റെല്ലാർ എക്സാമ്പിൾ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് ലോകം തന്നെ ആഘോഷിച്ച വിശേഷിപ്പിച്ച ഈ മൻറേഗ പദ്ധതി, ആ പദ്ധതിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇവർ ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്തയുടെ പരിസമാപ്തിയിലേക്ക് അവര് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ 2-3 ബുള്ളറ്റുകൾ കൊണ്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചിട്ട് കൊന്നപ്പോ മഹാത്മാഗാന്ധിയുടെ, ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന കാലഘട്ടത്തിൽ, എന്റെ +2 +1 കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു ഡിബേറ്റ്, ആ ഡിബേറ്റിന്റെ വിഷയം ഇതായിരുന്നു: മഹാത്മാഗാന്ധി എന്ന സാധുവായ മനുഷ്യനെ ഏത് യുദ്ധവും നയിക്കാൻ പോകുന്ന ആധുനിക സാമഗ്രികൾ ഉണ്ടായിരുന്ന, യുദ്ധമുറകൾ അറിയാമായിരുന്ന, അന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് അടക്കം കയ്യിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ എന്തുകൊണ്ടായിരിക്കാം മഹാത്മാഗാന്ധിയുടെ ശരീരത്തിൽ ഒരു പോറലേൽക്കാൻ പോലും പോറലേൽപ്പിക്കാൻ പോലും ബ്രിട്ടീഷുകാര് തുനിയാതിരുന്നത് എന്നുള്ളതായിരുന്നു ആ ഡിബേറ്റിന്റെ ചർച്ചാ വിഷയം. അന്നത്തെ ആ ഡിബേറ്റിൽ ഞങ്ങൾ 2 ഭാഗത്തായി ഇരുന്ന് ഡിബേറ്റ് ചെയ്തപ്പോ നമ്മൾ പറഞ്ഞു വെച്ചത്, ആ അർദ്ധനഗ്നനായ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി മാത്രം, ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന, ഏറ്റവും സാധാരണക്കാരനായി അവരുടെ ഇല്ലായ്മകളെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് എല്ലാ ലക്ഷറിയും എന്ത് വേണമെങ്കിലും സാധ്യമാക്കാമായിരുന്ന അസാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ ഏറ്റവും സാധാരണക്കാരന്റെ ജീവിതം നയിച്ച് അദ്ദേഹം ജീവിച്ചു പോയ ആ മഹാത്മാഗാന്ധിയെ, സത്യത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിയെക്കാളും ബ്രിട്ടീഷുകാർ ശരീരത്തിൽ പോറലേൽപ്പിച്ചു കഴിഞ്ഞാൽ, രക്തസാക്ഷിയാക്കി കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ജീവൻ എന്തെങ്കിലും സംഭവിപ്പിച്ചു കഴിഞ്ഞാൽ, ആ ജീവനില്ലാത്ത മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്ക് ശ്വാസം വലിക്കാൻ ഇട നൽകാത്ത വിധത്തിൽ ഈ രാഷ്ട്രത്തിലെ ഓരോ സാധാരണക്കാരനായ മനുഷ്യനും മഹാത്മാഗാന്ധിയായി സ്വയം ആവാഹിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ പോരാട്ടം നടത്തുന്നതിനെ അവർക്ക് ഗത്യന്തരമില്ലാതെ എത്രയോ ആണ്ടുകൾക്ക് മുമ്പ് ഈ മണ്ണ് വിട്ട് സ്വന്തം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട് കടലിൽ ചാടി പോകേണ്ട ദുരവസ്ഥയുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട ബ്രിട്ടീഷുകാർ മഹാത്മാഗാന്ധിജിയുടെ ശരീരത്തിൽ ഒരു പോറലേൽക്കാൻ പോലും അവർ അനുവദിച്ചിരുന്നില്ല. ഇല്ലെങ്കിൽ എന്താ, ബ്രിട്ടീഷുകാർക്ക് ജയിലില്ലായിരുന്നോ? ആ ജയിലിൽ മഹാത്മാഗാന്ധി കിടന്നിട്ടില്ലേ? മഹാത്മാഗാന്ധി എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ നടത്തി ഈ രാഷ്ട്രത്തിന്റെ മണ്ണിൽ. അദ്ദേഹം നടത്തിയിട്ടുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, അദ്ദേഹം നടത്തിയിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹം, അദ്ദേഹം